സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നതാര്? ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നതാര്? ഇന്നുവരെയും ആർക്കും കഴിഞ്ഞില്ല, മേലാലും കഴിയുകില്ല. ഇന്നുവരെയും ആർക്കും കഴിഞ്ഞില്ല, മേലാലും കഴിയുകില്ല. യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ, യേശുവിൽ ഞാനായല്ലോ. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആമേൻ. ഒത്തിരി കൺഫ്യൂഷനുള്ളൊരു വചനമാണിത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അവിടെ ദൈവിഷ്ടമായിട്ട് പറയുന്നത് ശുശ്രൂഷകൾ ചെയ്തവർ പലരും പരാജയപ്പെട്ടു പോയ ഒരു ചരിത്രവും അതിനോട് ചേർന്നുണ്ട്. അതുകൊണ്ട് പലരും പറയാറുണ്ട്, ശുശ്രൂഷയൊന്നുമല്ല കാര്യം, ജീവിതമാണ് കാര്യം. ഒന്നും അങ്ങനെ ജീവിതം നിങ്ങൾക്ക് വേണ്ടിയും ശുശ്രൂഷ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ നിങ്ങൾക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവരാകണമെങ്കിൽ നിങ്ങൾക്ക് ശുശ്രൂഷയും വേണം, നിങ്ങൾക്കൊരു ജീവിതവും വേണം. ആമേൻ. അപ്പോൾ ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ദൈവം പറഞ്ഞത് ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയും ഒരു മൂല്യാധിഷ്ഠിതമായ ജീവിതം നമ്മുടെ അകത്ത് കെട്ടിപ്പൊക്കുവാൻ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുകയും ചെയ്യണം. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ദൂത്, എന്നെ കർത്താവേ കർത്താവേ കഥ കടച്ചു കഴിഞ്ഞ് കർത്താവെ തുറക്കണമേ എന്ന് പറഞ്ഞ് ചിലർ ചെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ പറയുന്നൊരു കാര്യം ഞങ്ങൾ അറിയുന്നില്ല. പക്ഷേ ഞാൻ വിളിക്കുന്നത് കർത്താവേ എന്നല്ല, ഞാൻ വിളിക്കുന്നത് എൻ്റെ ആത്മമണവാളനെ എന്നാണ്. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക. എന്നാൽ ആ കർത്തൃത്വം അവനെ കൊടുത്ത് കഴിഞ്ഞ് നമുക്കൊരു വളർച്ചയുണ്ട്. അവനെൻ്റെ കർത്താവായിരിക്കുമ്പോൾ തന്നെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവനെൻ്റെ ഭർത്താവാണ്. കർത്താവിനെ കൈവിടാം, പക്ഷെ ഭർത്താവിനെ കൈവിടാൻ പറ്റത്തില്ല. ഇത് ഒരു മർമ്മം. അവർ മേലാൽ രണ്ടല്ല, അവർ ഒന്നത്ര. ഹല്ലേലൂയ. ഞാനും യേശുവും തമ്മിലുള്ള ബന്ധം ഒരു വിശ്വാസിയും ദൈവം പോലെയല്ല. ഞാനും പിതാവും തമ്മിലുള്ള ബന്ധം അപ്പനും മകനുമായിട്ട്. ഞാൻ യേശുവുമായിട്ടുള്ള ബന്ധം ഒരു ഭർത്താവിനെയും ഭാര്യയും പോലത്തുള്ള ബന്ധമാണ്. ഞാനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം സ്നേഹിത ബന്ധമാണ്. ആമേൻ. നമ്മൾ ഈ 3 ബന്ധങ്ങളും യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കാണാം. ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്ന് മുട്ടുന്നു, അതിന് തൊട്ട് താഴെയാ പറയുന്നത് പരിശുദ്ധാത്മാൻ എത്ര അധികം. മറ്റൊരു ബന്ധമായിട്ട് പറയുന്നത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിൽക്കുകയല്ല, അതിൽ നിന്ന് വളർന്ന് 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 കർത്താവിനെ എൻ്റെ ആത്മമണവാളനാക്കണം. അവിടെയാണ് 2 കൊരിന്ത്യർ 11 പറയുന്നത്, ക്രിസ്തു എന്ന ഏകപുരുഷന് എന്നെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു ബന്ധത്തിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് മറ്റൊന്നിലേക്ക് തിരിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് അവൻ കർത്താവ് മാത്രമല്ല, എനിക്ക് അവൻ ആത്മമണവാളനാണ്. സ്തോത്രം. എൻ്റെ നിത്യജീവിതത്തിന് വേണ്ടി ദൈവം തന്ന എൻ്റെ ആമേൻ ആത്മമണവാളൻ. ഹല്ലേലൂയ. ഈ ബന്ധം എൻ ഭാഗ്യം.
മൃത്യു പോലും തോറ്റുപോകുമേ. ഈ ബന്ധം അത്ര ഭയങ്കരമാണ്. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹം. മരണത്തെക്കാളും ബലമുള്ള ബന്ധത്തിൽ ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആര്? ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ കേട്ടോ. കൈവിടുന്ന കൂട്ടത്തിൻ്റെ ഒരു ബന്ധമല്ല എൻ്റെ ബന്ധം. നമ്മുടെ ബന്ധം ഒരിക്കലും പിരിയാ ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ വചനം വായിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ അങ്ങേ കർത്താവേ എന്നല്ലേ വിളിക്കുന്നേ, അങ്ങൻ്റെ ആത്മമണവാളനല്ലേ, അങ്ങൻ്റെ സ്നേഹനാഥനല്ലേ, അങ്ങൻ്റെ ജീവൻ്റെ ഉടമയല്ലേ. അങ്ങേക്കറിയാമല്ലോ അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ അറിയില്ലെന്ന്. ആമേൻ. ഈ ദിനങ്ങളിൽ അങ്ങനെ യേശുവിനെ കൂടാതെ ജീവിക്കാൻ കഴിയാത്തതിന് ഒരു ബന്ധത്തിൽ നമുക്ക് വളരാം. സ്തോത്രം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളെല്ലാം നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വർദ്ധിപ്പിക്കുന്നതാകും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവെ യേശുവുമായി പിതാവുമായുള്ള ബന്ധത്തെ വർദ്ധിപ്പിക്കണമേ. കർത്താവെ, പിതാവുമായുള്ള ആഴത്തിലുള്ള ബന്ധം, യേശുവുമായി ആഴത്തിലുള്ളൊരു ബന്ധം, ആത്മമണവാളനുമായി ആഴത്തിലുള്ളൊരു ബന്ധം, വിട്ടുപിരിയാത്ത ബന്ധം പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾക്ക് നൽകണം. യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കുന്നു. ഇവർ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവെ കയറി ചെന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെ വലിച്ച് കർത്താവെ അവളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്നവരായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മമണവാളനും ആത്മമണവാട്ടിയും തമ്മിലുള്ള ബന്ധം പോലെ ഞങ്ങൾക്കായിരിക്കാൻ സഹായിക്കണമേ. യേശുവേ, അങ്ങ് ഞങ്ങളുടെ കർത്താവ് മാത്രമല്ല, അങ്ങ് ഞങ്ങളുടെ ഭർത്താവാണ്. വിട്ടുകൊടുക്കാത്ത ദൈവം വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് ശുദ്ധവും ശുഭ്രവുമാക്കി ഞങ്ങളെ നിർത്തുവാൻ ശക്തിയുള്ള, ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും പൊക്കി കഴുകുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിച്ചെടുക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു ആ നിലയിൽ ഞങ്ങളെ ആക്കി തീർക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരും കൈവിടുന്ന കൂട്ടത്തിലുള്ളവരല്ല, മറിച്ച് അർപ്പിൻ ധ്വനിയിൽ കർത്താവിൻ്റെ കൂടെ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. അതിനുവേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയുസ്, ആരോഗ്യം, ദൈവകൃപ അവർക്ക് പകർന്നു പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട അഭിഷേകം, അവർക്ക് വേണ്ട വചനം കർത്താവ് കൊടുക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട് കേട്ടോ. കർത്താവ് നിങ്ങളുടെ ആത്മമണവാളനാണ്, പിരിയാത്ത സ്നേഹിതനാണ്. ആ കർത്താവിൻ്റെ കൂടെ മുമ്പോട്ട് പോവുക. നിങ്ങൾ ജയാളിയായിരിക്കും. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.